രാഷ്ട്രീയ നിരീക്ഷകൻ ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റിൽ പോലീസിനെ നിർത്തിപ്പൊരിച്ച് കോടതി. ടി.ജി. മോഹൻദാസിന്റെ അറസ്റ്റ് നോട്ടീസ് നൽകാതെയെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. റിമാൻഡ് റിപ്പോർട്ടിൽ ഒരിടത്തും എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്നതിന് ന്യായീകരണമില്ല. നിയമവിരുദ്ധമായി പ്രവർത്തിക്കാൻ പോലീസിനെ അനുവദിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. വിധിയുടെ പകർപ്പ് ജനം ടിവിക്ക് കിട്ടി. വിവരങ്ങളുമായി ദിലീപ് ഒപ്പം ചേരുന്നു. ദിലീപ്, ഇന്നലെ തന്നെ 2 വരിയിൽ കോടതിയുടെ നിരീക്ഷണം വ്യക്തമായിരുന്നു. ജാമ്യം കൊടുത്താൽ തെളിവുകൾ നശിപ്പിക്കുമെന്ന് പോലീസ്, അല്ല പ്രോസിക്യൂഷൻ. ഇതുവരെ ഒളിവിലായിരുന്നില്ലല്ലോ എന്ന് കോടതിയുടെ മറുചോദ്യം. ഇന്ന് കുറച്ചുകൂടി വ്യക്തമാക്കി കോടതി പറയുന്നു. എന്തുകൊണ്ട് നോട്ടീസ് കൊടുത്തില്ല? നിയമവിരുദ്ധമായി പോലീസിനെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. മറ്റെന്തൊക്കെ പറഞ്ഞു കോടതി? കൃഷ്ണരാജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സൈബർ പോലീസ് സ്റ്റേഷന്റെ മുൻപാകെയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ സ്വമേധയാ ഹാജരായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നൽകിയ ആ ഒരു ജാമ്യത്തിന്റെ വ്യവസ്ഥ പ്രകാരം 3 ദിവസം, ഇന്ന്, നാളെ, മറ്റന്നാൾ, ഈ 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഹാജരാകണമെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ടി.ജി. മോഹൻദാസ് ഇന്ന് 10:30 തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ ഹാജരായി. എന്തായാലും ഇന്നലെ നടത്തിയ സ്റ്റേറ്റ്മെന്റ് പ്രധാന പകർപ്പാണ് ഇന്ന് ജനം ടി.വി ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ജഡ്ജിമെന്റിൽ പറയുന്നത് എന്തുകൊണ്ട് അദ്ദേഹത്തിന് 6 ദിവസം മുമ്പ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സ്വാഭാവികമായിട്ടും പോലീസിനെ വലച്ചൊരു ചോദ്യമായിരുന്നു ഈ ഒരു വിഷയം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് പോലീസ് 6 ദിവസം മുമ്പ് നോട്ടീസ് നൽകിയില്ല? അതിന് വ്യക്തമായ കാരണം പോലീസിന് കോടതിക്ക് മുൻപാകെ പറയാൻ സാധിച്ചില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതേസമയം കോടതി പോലീസ് പറഞ്ഞ, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ പറഞ്ഞ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് എന്നടക്കമുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം വാദിച്ചത്. പക്ഷേ ആ സമയത്ത് തന്നെ കോടതി ചോദിക്കുകയുണ്ടായി, നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ? ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കോടതി ചോദിക്കുകയുണ്ടായി. ആ സമയത്തും പ്രോസിക്യൂഷൻ പറഞ്ഞതും അതെ, അദ്ദേഹം ഡിജിറ്റൽ തെളിവുകളും അതോടെ തന്നെ മറ്റു എല്ലാ രീതിയിലും സഹകരിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളും പ്രോസിക്യൂഷൻ പറഞ്ഞായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോലീസിന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിച്ച ആയിട്ട് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതും. അതോടെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ ഒരിടത്തു നിന്നും എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്നടക്കമുള്ള കാര്യങ്ങളിലും വ്യക്തമായൊരു ന്യായീകരണം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും നിലവിലിപ്പോൾ ടി.ജി. മോഹൻദാസിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സൈബർ പോലീസ് സ്റ്റേഷനിലെ മുൻപാകെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെയാണ് അദ്ദേഹം ഹാജരായതും. എന്തായാലും ഏകദേശം 2 മണിയോടെ അദ്ദേഹം പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നതും. ടി.ജി. മോഹൻദാസിനെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് പോലീസിന് വലിയൊരു വീഴ്ച സംഭവിച്ച ആയി തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നതും. പ്രത്യേകിച്ച് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഉണ്ടായ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് BJPയും അതോടൊപ്പം തന്നെ മറ്റു അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. അദ്ദേഹത്തിന് ഏകദേശം 70ഓളം പ്രായമുണ്ട്, രോഗപ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നോട്ടീസ് നൽകി അദ്ദേഹം സ്വമേധയാ തന്നെ പോലീസിന് മുമ്പാകെ എത്തുമായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് നോട്ടീസ് നൽകിയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇദ്ദേഹം BJP RSS കാരനാണ് എന്നടക്കമുള്ള ഒരു പരാതിയും ഉണ്ട്. അപ്പോൾ BJP കാരനായാലും RSS കാരനായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചതായി തന്നെയാണ് കഴിഞ്ഞ ദിവസം കോടതിയും ഈ ജഡ്ജിമെന്റ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്, മറ്റൊരു കാര്യം, ഇതിനൊക്കെ അർത്ഥം ആരെയോ പ്രീണിപ്പിക്കാൻ വേണ്ടി, ആർക്കൊക്കെയോ വേണ്ടി പോലീസ് നാടകം കളിച്ചു എന്നു തന്നെയല്ലേ? കൃഷ്ണ, തീർച്ചയായും അങ്ങനെ തന്നെ കരുതേണ്ടി വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ വളരെയധികം ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത്, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹത്തിനെ കൊലപ്പെടുത്തണം അല്ലെങ്കിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലണം എന്നടക്കമുള്ള വിമർശനങ്ങളും അതോടെ തന്നെ സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റുകൾ ഇട്ട ഒട്ടനവധി നേതാക്കന്മാരും അത് ഒട്ടനവധി പ്രവർത്തകരുമുണ്ട്. പക്ഷേ അവർക്കെതിരെ യാതൊരുവിധ നടപടി സ്വീകരിക്കാനും ഇതുവരെയും ചെന്നിത്തലയുടെ പോലീസിന് സാധിച്ചില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ടി.ജി. മോഹൻദാസിനെതിരെ ഇത്ര തിടുക്കപ്പെട്ട് കേസ് എടുത്ത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തു എന്നൊരു വിമർശനം വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് വിഭാഗക്കാരെയാണ് പ്രീണിപ്പെടുത്താൻ ഈ ചെന്നിത്തലയുടെ പോലീസ് ശ്രമിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ ഒട്ടനവധി വിഷയങ്ങൾ, അതായത് നമുക്ക് മുമ്പ് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയമാണ്, അതായത് ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോകുന്നത് എന്തിനാണ് എന്നടക്കമുള്ള ഒരു പ്രവർത്തക അല്ലെങ്കിൽ ഒരു CPM-ന്റെ ഒരു മുതിർന്ന
നേതാവ് തന്നെ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ പോലും കേസെടുക്കാൻ തയ്യാറായിരുന്ന പോലീസാണ് ഇപ്പോൾ TG മോഹൻദാസിനെതിരെ കേസെടുത്തിരിക്കുന്നതും. അദ്ദേഹത്തിന് ചെറിയ പിശക് സംഭവിച്ചെങ്കിൽ പോലും നോട്ടീസ് നൽകാം, പക്ഷേ നോട്ടീസ് നൽകാതെയാണ് പോലീസ് അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ കസ്റ്റഡിയെടുക്കുകയും ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണ് പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നടപടി സ്വീകരിച്ചെന്നടക്കമുള്ള കാര്യം പൊതുസമൂഹത്തിന് മനസ്സിലായിട്ടുണ്ട് എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കൃഷ്ണരാജ്, ദിലീപാണ് വിവരങ്ങൾ നൽകിയത്. നിർത്തിപ്പൊരിക്കുന്നു പോലീസിനെ കോടതി.